ഒരു കപ്പ് ചായയുടെ പേരിലാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. അതും ഒരു മകളുടെ സ്ഥാനത്ത് കാണേണ്ട ഒരു മോളെ. എന്ത് നീതി, ഇത് എന്ത് ന്യായം, ഇത് എന്ത് നിയമം? ഇതൊന്നും വിശ്വസിക്കാനും പറ്റുന്നില്ല, ഒന്ന് ദഹിച്ചിറക്കാൻ പോലും സാധിക്കുന്നില്ല. ഇതൊന്നും മനസാക്ഷിയുള്ളവർക്ക് ആർക്കും ഈ രംഗങ്ങളൊന്നും കണ്ണു നിറയാതെ കാണാൻ സാധിക്കില്ല. നമ്മളൊക്കെ മനസ്സിലാക്കണം, ഒരു കപ്പ് ചായയുടെ പേരിൽ തീർന്ന ഒരു ജീവനാ, രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മ. നമ്മുടെ സമൂഹം ഇപ്പോൾ എങ്ങോട്ടാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ ദിവസമാണ് ഒരാളെ പൊതു റോട്ടിൽ വെച്ചിട്ട് ഒരാളെ വെട്ടിക്കൊന്നത്. അതിൻ്റെ ഇടക്കാണ് ഇപ്പം ഈ വന്നിരിക്കുന്നത്. എല്ലാവരും ഇത് എങ്ങോട്ടാ? ജയിലിലെ ശമ്പള വർധനവും അവിടുത്തെ സുഖ സൗകര്യങ്ങളും കേട്ടിട്ടാണോ ഈ അങ്ങോട്ട് പോകാനായിട്ടുള്ള ഓരോ മാർഗങ്ങൾ ഇങ്ങനെ ഡെയിലി ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു കുടുംബത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള തർക്കങ്ങളൊന്നും നമുക്ക് പുതിയ കാര്യമല്ല. പക്ഷെ ഒരു ചെറിയൊരു വിഷയത്തെ അതിനെ വലിയൊരു കോപത്തിലേക്ക് മാറ്റി അതിനൊരു ഹിംസയാക്കി മാറ്റുമ്പോൾ നമ്മുടെ സമൂഹം ഇത് എങ്ങോട്ടേ പോകുന്നത്? ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ നിയമത്തിന്റെ വീഴ്ചയും നമ്മുടെ സമൂഹത്തിന്റെ പരാജയം തന്നെയാണിത്. പലപ്പോഴും നമ്മൾ കേൾക്കുന്നത് ചായ കൊടുത്തിട്ടില്ല, ബഹുമാനം കാണിച്ചില്ല, സംസാരം ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെയാണ് നമ്മൾ പലപ്പോഴും കേൾക്കുന്നത്. പക്ഷെ ഇതൊന്നും അല്ല കാരണം. വാസ്തവത്തിൽ യഥാർത്ഥ പ്രശ്നം ഇതൊന്നുമല്ല. നിയന്ത്രിക്കാനാവാത്ത കോപം, ഞാനെന്ന അഹംഭാവം, അതുപോലെ തന്നെ പരസ്പര ബഹുമാനത്തിന്റെ അഭാവവും മറ്റൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിലുണ്ടാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളും. ഇതിലൊക്കെ പെടും ഈ അസൂയ, കുശുമ്പ് എന്നൊക്കെ പറയണത്. അതായത് സ്വന്തം മകനെ തന്നിൽ അടർത്തി കൊണ്ടുപോകുന്ന ഒരു ഈഗോ. ഇന്ന് അവര് ആ സ്ത്രീയെ കൊന്നെങ്കിൽ ഇതിനു മുൻപും അവരിത് ആവർത്തിച്ചിട്ടുണ്ടാവണം. അല്ലാതെ ഒരിക്കലും ഒറ്റ എടുപ്പിൽ ഇതൊന്നും നടക്കില്ല. രാവിലത്തെ ഒരു കപ്പ് ചായയുടെ പേരിൽ തുടങ്ങിയതാണ്. അത് നഷ്ടമാക്കിയത് ഒരു ജീവനും രണ്ട് കുട്ടികളുടെ ജീവിതവും ഒരു കുടുംബത്തിലുണ്ടായ ഒരു ചെറിയൊരു പ്രശ്നമാണ്. നിങ്ങൾ പറയൂ, നമ്മുടെ സമൂഹം ഇത് എങ്ങോട്ടായി പോയിക്കൊണ്ടിരിക്കുന്നത്? ശരീരമാസകലം വെട്ടേറ്റ രജിത വീട്ടിൽ വെച്ച് തന്നെ മരിച്ചിരുന്നു. രജിതയുടെ കുട്ടികളുടെ കൺമുന്നിലിട്ടാണ് ശാന്ത മരുമകളെ വെട്ടിക്കൊന്നത്. കുട്ടികളുടെ നിലവിളി കേട്ടാണ് നാട്ടുകാർ വിവരമറിഞ്ഞത്. വെട്ടേറ്റ് വീണ രജിത കുട്ടികളോട് വെള്ളം ആവശ്യപ്പെട്ടു. കുട്ടികൾ വെള്ളം നൽകുന്നതിനിടയിൽ തൽക്ഷണം ജീവൻ നഷ്ടമായി. പൂക്കോട്ടുംപാടം പോലീസ് ശാന്തയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. രജിതയുടെ ഭർത്താവ് സുനിൽ ഓട്ടോറിക്ഷയിൽ ഓട്ടം പോയ സമയത്താണ് ദാരുണ സംഭവം അരങ്ങേറിയത്. രാവിലെ ചായ ചോദിച്ചപ്പോൾ ലഭിക്കാത്തതാണ് പ്രകോപനത്തിന് കാരണമെന്നാണ് ശാന്ത പോലീസിന് നൽകിയ മൊഴി.